ഭാഷ രൂപപ്പെടുന്നത് ആശയവിനിമയ ഉപാധി എന്ന നിലയിലാണ്. നിലവിലുള്ള ഭാഷകളുടെ പരിമിതികളിൽ നിന്ന് പുതിയവ പിറവിയെടുക്കുന്നു. സാധാരണ രീതിയിൽ രൂപപ്പെടുകയും പിന്നീട് സാങ്കേതികമായി വികസിക്കുകയും ചെയ്ത ഭാഷ നമുക്ക് മുന്നിൽ സർഗസൃഷ്ടികൾ തീർക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. തൃശൂർ ജില്ലയിലെ കേച്ചേരിക്കടുത്ത് പെരുമണ്ണ് ദേശത്തെ അക്ഷയ് ശ്രീരാമൻ ഭാഷയുടെ പരിമിതികളെ ലംഘിക്കാനുള്ള പുറപ്പാടിലാണ്. ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെയും പിറകിൽ നിലയുറപ്പിക്കേണ്ട പ്രായത്തിൽ അക്ഷയ് ഒരു പുതിയ ഭാഷയ്ക്ക് രൂപം നൽകിയിരിക്കുന്നു. ആ ഭാഷയുടെ പേരാണ് ആര്യ ദ്രവീഡിയ അക്ഷയ സാരസ്വത്യ ഭാരതീയ ദാഗേന്ധ്യ ഭഞ്ചിക എന്ന്. 18 ഭാഷകൾ അനായാസേന സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു, PV നരസിംഹറാവു. എന്നാൽ അത്രയൊന്നും മേനിയും മോടിയുമില്ലാത്ത ഒരു സാധാരണ ജീവിതക്രമങ്ങളിൽ കഴിഞ്ഞു വരുന്ന നാട്ടിൻപുറത്തെ ഒരു കുട്ടിക്ക് 11 ഭാഷകൾ അറിയാമെന്ന് കേൾക്കുമ്പോൾ അത്ഭുതപ്പെടുന്നതിൽ തെറ്റില്ല. വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്ന അക്ഷയ് ശ്രീരാമൻ തൻ്റെ പുതിയ ഭാഷയെക്കുറിച്ച്, തൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മോട് ഏറെ പ്രതീക്ഷകളോടെ സംസാരിക്കുന്നു. ആര്യ ദ്രാവിഡ അക്ഷയ സാരസ്വത്യ ഭാരതീയ ദാങ്കേത്യ ഭംഗിക എന്ന ഈ ഭാഷയുടെ പൂർണ്ണമായ പേര്. അതിൽ തന്നെ ആര്യ ദ്രാവിഡ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഭാഷ ഡിറൈവ് ചെയ്ത ഗോത്രങ്ങളുടെ പേരാണ്. കുറച്ച് ഭാഷാഗോത്രങ്ങളുടെ. ആര്യ എന്ന് ഉദ്ദേശിക്കുന്നത് ഉത്തരേന്ത്യ ഭാഷകളും, ദ്രാവിഡം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദക്ഷിണേന്ത്യ ഭാഷകളും, ഭാരതത്തിന്റെ ഭാഷ ചെയ്തുകൊണ്ട് ഭാരതീയ എന്നും, അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിന്റെ മൂല്യങ്ങൾ ഉയർത്താൻ വേണ്ടി ദാങ്കേത്യ എന്ന വാക്കും ഇതിൽ ചേർത്തിട്ടുണ്ട്. അക്ഷയ സരസ്വതി എന്ന പേര് ഈ ഭാഷയുടെ ലിപിയുടെ പേരാണ്. ഭംഗിക എന്നാൽ ഈ ഭാഷയിൽ ഭാഷ എന്നാണ് അർത്ഥം. ചുരുക്കിയിട്ട് ആര്യ ദ്രാവിഡ ഭംഗിക, ഇനിയും ചുരുക്കിയിട്ട് ആദ്രാഭ. ഈ പുതിയ ഭാഷ ഉണ്ടാക്കാൻ എനിക്ക് മനസ്സിലാഗ്രഹം എന്താണെന്ന് വെച്ചെങ്കിൽ, എനിക്കൊരു ആഗ്രഹമുണ്ട് ഒരു ലോകത്തിലെ ഏറ്റവും വലിയ സർവ്വജ്ഞാനകോശം ഉണ്ടാക്കാൻ. അപ്പോൾ ഏകഭാഷയിൽ തന്നെ ഈ പുസ്തകം എഴുതുന്നത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം സംസ്കൃതം നന്നായിട്ട് പഠിക്കാൻ നോക്കി. പക്ഷെ സംസ്കൃതം പഠിച്ചു തുടങ്ങിയപ്പോഴാണ് അതിൽ പല വാക്കുകളുടെയും പോരായ്മകൾ. ഇപ്പോൾ സാങ്കേതിക വാക്കുകളൊന്നും സംസ്കൃതത്തിലില്ല. ഇപ്പോൾ ഭാരതീയമായ പല വാക്കുകളും ആവിഷ്കരിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിലും പറ്റില്ല, കാരണം പല വാക്കുകൾക്കും ഇംഗ്ലീഷിലും പോരായ്മകളുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പോൾ ഏറ്റവും വലിയ ഭാഷയിൽ വരികയാണ്. പിന്നെ തമിഴ് ഭാഷയിലെ വാക്കുകളുണ്ടെങ്കിലും സാങ്കേതികമായ പല പുതിയ വാക്കുകളും ഇതിലില്ലാനും. അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു ഭാഷ ഉണ്ടാക്കിക്കൂടെ, എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടെ എന്നൊരു മനസ്സിലാകുക. അങ്ങനെ അന്നൊരു വെറുതെ മനസ്സിലുണ്ടായിരുന്നു ഒരു ആഗ്രഹം. പിന്നീട് അത് ഭാഷ എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചിട്ട് 7ാം ക്ലാസ് തൊട്ട് മുമ്പായിട്ട് കിട്ടിയ വെക്കേഷനിൽ ഞാൻ ആദ്യം വെറുതെ ലെറ്റേഴ്സൊക്കെ കുറിച്ചു. പിന്നീട് ഓരോ സമയം കിട്ടുമ്പോൾ അത് മോടിപ്പെടുത്തിയിട്ട് ഇന്നത്തെ രീതിയിലേക്ക് എത്തിച്ചു. ആദ്യം ഞാൻ സാധാരണ രീതിയിൽ അ ഇ എന്നായിരുന്നു. ആദ്യം നമ്മൾ സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനങ്ങൾ, അങ്ങനെയെല്ലാം. പിന്നീടാണ് മനസ്സിലായത് ലോകത്തെ ഏറ്റവും വലിയ ഭാഷയാണ്, ഏറ്റവും കൂടുതൽ അക്ഷരങ്ങളുള്ള ഭാഷയാണ് കംബോഡിയൻ ഭാഷ. അതിൽ 74 ലെറ്റേഴ്സ് എന്നാണ് പറഞ്ഞത്, ആൽഫബറ്റ്സ്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം അതിനൊന്നും കൊണ്ട് വെട്ടിച്ചുവിടാം. കാരണം പല വാക്കുകളും ഇപ്പോൾ മലയാളത്തിൽ തന്നെ അള്ളാഹു എന്ന് പറയുമ്പോൾ ല എന്ന വാക്ക് മലയാളത്തില്ല, ഫ എന്ന വാക്ക് ശരിയായ രീതിയിൽ മലയാളത്തില്ല, നമ്മൾ പപ്പ എന്നല്ല പറയാം. അതുപോലെ തന്നെ ടാ എന്ന വാക്ക് നമ്മൾ റാ എന്ന് എഴുതുക, ടാ എന്ന വാക്ക് നമുക്കില്ല. പിന്നെ നായും വെവ്വേറെ വാക്കുകളായിട്ട് നമുക്കില്ല. ഇപ്പം നായും നമുക്ക് ഒന്നാണ്, തമിഴിലെ പോലെ രണ്ടായിട്ടില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും. ഇപ്പോൾ സീബ്രയുടെ സ, പിന്നെ ഫ പറഞ്ഞ ഒരു അറബി ഉച്ചാരണത്തിലെ അക്ഷരം, പിന്നെ ഹ എന്ന് ഒരു ഉച്ചാരണം അറബി ഉച്ചാരണത്തില്. അപ്പോൾ ഇതുപോലത്തെ അക്ഷരം എല്ലാ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാനായി പിന്നെ ആഗ്രഹം. ഇപ്പോൾ നിലവിൽ ഭാഷയിൽ ഇപ്പോൾ 30 സ്വരാക്ഷരങ്ങളും ഒരു 60 വ്യഞ്ജനങ്ങളും 12 വ്യഞ്ജനം പിന്നെ നമ്മുടെ സ്വരങ്ങളും കൂട്ടിച്ചേർത്ത് സംയാക്ഷരം എന്ന് പേര്, യാരലാവ. അതുപോലെ നാവര, യാരലാവ, ലാഡാറാന, അങ്ങനെ രീതിയിൽ. പിന്നീട് യാറാക്ഷരമാണ് ഒരു അക്ഷരം കൊടുക്കുന്നു. എന്ന് വെച്ചാൽ അറബിയിലെ ഉച്ചാരണങ്ങൾ മാത്രമായിട്ടുള്ള ഒരു സെക്ഷനാണത്. പിന്നീട് കൂട്ടക്ഷരങ്ങൾ, അത് വേറെ തരത്തിൽ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാ എന്നുള്ളതും ജുജാന്നും വേറെയാണ്. അതിൽ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ജ്ഞായും ജുഞ രണ്ടും വെവ്വേറെയാണ് അല്ലേ? രണ്ടും ഒന്നായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ 2 വെവ്വേറെ ഉച്ചാരണങ്ങൾക്ക് ഒരേ ഭാഷ. പക്ഷേ ഈ ഭാഷയിൽ എങ്ങനെയാണെങ്കിൽ രണ്ടും വെവ്വേറെ ആയിട്ട് രണ്ടിനും വെവ്വേറെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അക്ഷയ് ശ്രീരാമ, നാൻസ പെസൂന ശ്രീരാമവു, നാൻസ പെസൂനി ശീല, നാ ദേവമാത CMI പബ്ലിക് മര്യാദ സാലെ പായൂർ പടസ. മലയാളത്തിൽ ഞാൻ അക്ഷയ് ശ്രീരാമൻ. ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് ശ്രീരാമൻ എന്നും അമ്മയുടെ പേര് ഷീല എന്നാണ്.
ഞാനിപ്പോൾ ദേവമാത CMI പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു. മര്യാദശാല എന്നാണ്. മര്യാദശാല അത് സംസ്കൃതം ഡെറിവേഷനാണ്. അത് പേര് ഞാൻ അക്ഷയ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അക്ഷയൻ്റെ അച്ഛൻ. പേര് തന്നെ ശരിക്കും പേജൂസ് എന്നാണ്. പേജൂസ്. അത് രണ്ട് രീതിയിൽ ഉപയോഗിക്കും. പേജൂസ് എന്നും ബേജു എന്നും ഉണ്ട്. 2 വാക്കുകൾ പേര് നോക്കുന്നുണ്ട്. സാധാരണ ബേജു എന്നാണ്, പക്ഷേ ഭാഷാ നിർമ്മാണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ വ്യാകരണത്തിൽ തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേ തുടങ്ങിയിട്ട് ഇപ്പോൾ 5 വർഷമായിട്ടുണ്ട്. ഇപ്പോഴും ഭാഷയുടെ അതിൽ തന്നെയാണ്. ഭാഷകളെല്ലാം നമുക്ക് കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ബന്ധത്തിന്, സ്നേഹത്തിനൊക്കെ ഒരു ഉപാധിയാണ്. വിവിധ തരത്തിലുള്ള ഭാഷകൾ പഠിക്കുക എന്നുള്ളത് പലർക്കും വലിയ ആവേശമാണ്. ഭാഷ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മെ ഒരു പുതിയൊരു ലോകത്തിലേക്ക് നമ്മെ നയിക്കും. അക്ഷയിനെ കുറിച്ച് പറയുമ്പോൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ വളരെ വ്യത്യസ്തനായിട്ടുള്ളൊരു വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ കാണാൻ കഴിഞ്ഞത്. ആര്യ ദ്രാവിഡ ഭഞ്ജിക എന്ന് പറയുന്ന ഒരു പുതിയ ഭാഷയെ കണ്ടെത്തുക, അത് ആര്യ ദ്രാവിഡ ഗോത്രങ്ങളുടെ ഭാഷകളെ സമന്വയിപ്പിച്ച് 139ഓളം അക്ഷരങ്ങളുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഭാഷ. എനിക്ക് അക്ഷയിൽ നിന്ന് കിട്ടിയ അറിവനുസരിച്ചിട്ട് ഇതിനേക്കാൾ ഉപരിയുള്ളൊരു ഭാഷ, അക്ഷരങ്ങളുള്ളൊരു ഭാഷ കംബോഡിയൻ ഒരു ഭാഷയാണ്. അതിനുശേഷം അക്ഷയ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഭാഷയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രേഷ്ഠവും ക്ലാസിക്കലുമെന്ന് തരംതിരിക്കുന്ന ഭാഷകളുടെ പരിമിതികളിലുള്ള തിരിച്ചറിവായിരിക്കാം അക്ഷയ് ശ്രീരാമനെ ഒരു പുതിയ ഭാഷ കണ്ടെത്താൻ പ്രേരിപ്പിച്ചത്. വാക്കുകളുടെ അർത്ഥവും വ്യാകരണവുമെല്ലാം നിർമ്മിച്ചെടുക്കുന്ന തിരക്കിലാണ് അക്ഷയ്. ഈ പ്രതിഭയെ തിരിച്ചറിഞ്ഞ് സ്കൂളിലെ അധ്യാപകരും സഹപാഠികളും നിർലോഭം പ്രോത്സാഹിപ്പിക്കുന്നു. Akshay is actually a child prodigy. We say child is the father of man, but I've learned from him that he's more advanced than me and he can teach me my language in my English classrooms. Very often when we interact in our English classrooms, he will ask me questions which I am very surprised. So sometimes എനിക്ക് തോന്നാറുണ്ട് ഈ കുഞ്ഞ തലയുടെ ഉള്ളിൽ ഇത്ര വലിയ അറിവ് എങ്ങനെയാണ്. അപ്പോൾ ഈശ്വരൻ ഓരോന്ന് സൃഷ്ടിക്കുമ്പോൾ നമ്മൾ എവറി ചൈൽഡ് ഈസ് എ ഡയമണ്ട് ഇൻ മൈ സ്കൈ. 139 ആൽഫബറ്റ്സാണ് ഈ ഭാഷയിലുള്ളത്. പിന്നെ അവരുടെ ശബ്ദം, ഓരോ ആൽഫബറ്റ്സിനും ഓരോ ഉച്ചാരണങ്ങൾ അതും തരപ്പെടുത്തി. ശേഷം പിന്നീട് ഞാനിപ്പോൾ കൂട്ടക്ഷരങ്ങളും മറ്റുണ്ടാക്കിയതിന് ശേഷം ഓരോ മാത്രകൾ, ഇപ്പോൾ ആ ഈ കാക്ക കീ കീ കൂക്കു എന്ന് പറഞ്ഞ ആ രീതിയിൽ. പിന്നെ അതെല്ലാം ശേഷം പിന്നീട് ഞാൻ ഓരോ കാറ്റഗറി എടുത്ത്, ഇപ്പോൾ ടോപ്പിക് എടുത്തിട്ട് ഇപ്പോൾ ഓരോ കളറുകളുടെ പേര്, പിന്നെ ചെടികളുടെ പേര്, അങ്ങനെയൊക്കെ തരപ്പെടുത്തി. പിന്നീട് ഇപ്പോൾ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ സിദ്ധരൂപോച്ചാരണം, നമ്മുടെ സംസ്കൃതങ്ങൾ ബാലഹ ബാലോ ബാലഹ എന്ന രീതിയിൽ ഈ ഭാഷ ഇമ്മനു ഇമ്മന്ന എന്നുകൊണ്ട് ഈ ഭാഷയിൽ അതുപോലെ എന്താണ് വ്യാകരണത്തിൽ സിദ്ധരൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്പേഴ്സ്, ന്യൂമറൽസ് ഉണ്ട്. 1 2 3 ഈ ഭാഷയിലും 2 രീതിയിൽ ഉച്ചരിക്കാം. ഒന്ന് ആര്യമായ രീതിയിൽ ഇക്ക് ദൗ ത്രേ എന്ന രീതിയിലും, അതുപോലെ ദ്രാവിഡമായ രീതിയിൽ അരക്ക അലങ്ക ഇരഭ്യ ഈഗ ഉസ ഊപ്പ ഋണി ഋതി എളാപ്പസി ഏഹ്യ. ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിലത്തെ ന്യൂമറൽസ് തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഓരോ വാക്കുകൾക്കും ഒരു ഡെറിവേറ്റീവ് റൂട്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ സംസ്കൃതത്തിലും എല്ലാം സംസ്കൃതത്തിലും ഒരു ധാതുക്കളുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ നമുക്ക് ഉദാഹരണത്തിന് എടുക്കാം. ഇംഗ്ലീഷ് ഭാഷയിൽ പല വാക്കുകളും, ഗ്രീക്ക്, ലാറ്റിൻ, സംസ്കൃതം മുതലായ ഭാഷകളിൽ നിന്ന് എന്താണ് റൂട്ട് വേർഡ്സ് എടുത്തിട്ടാണ് ഇംഗ്ലീഷിൽ ഓരോ വാക്കുകൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ റിപ്പോ എന്ന വാക്കിൽ നിന്ന് റിവർ എന്ന വാക്ക് ഉണ്ടായത് ഇംഗ്ലീഷിൽ. അതേപോലെ തന്നെ എൻ്റെ ഭാഷയിൽ എങ്ങനെയാണെങ്കിൽ ഉദാഹരണത്തിന് നമുക്ക് പുഴ എന്ന വാക്കെടുക്കാം. ഇപ്പോൾ പുഴയുടെ തലം നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് പുഴ എന്ന വാക്കിന് ഇപ്പോൾ പുഴ ഒഴുകുന്നതാണ്, മലയാളത്തിൽ ഒഴുക്കെന്ന് പറയാം. ആ ഒഴുക്കുന്ന വാക്കിൽ നിന്ന് ഞാൻ എൻ്റെ ഭാഷയിലേക്ക് ഒഴാക്ക എന്നെടുത്തിട്ടാണ് എൻ്റെ ഭാഷയിൽ നദിക്ക് ഒഴാക്ക എന്ന് പറയാം. മറ്റൊരു ഉദാഹരണം എന്ന് വെച്ചെങ്കിൽ കടുവ ഘോരമായി ഗർജിക്കുന്ന മൃഗമാണ്. അപ്പോൾ ആ സംസ്കൃതത്തിൽ ഘോര ഗർജന എന്ന വാക്കിൽ നിന്നാണ് ഘോരം എന്ന വാക്കെടുത്തത്. എൻ്റെ ഭാഷയിൽ അതുകൊണ്ട് തന്നെ കടുവയ്ക്ക് ഘോരസ് അതെന്ന് വെച്ചെങ്കിൽ സ്ത്രീലിംഗ പുല്ലിംഗത്തിനനുസരിച്ച് മാറ്റും, ഘോരസി എന്നൊക്കെ വരും. അതേപോലെ തന്നെ ഗ്രാമറിൽ ഉദാഹരണത്തിന് മാറ്റുക എന്ന വാക്കിനെ ഹേസ് എന്ന ധാതു, ഹേസ് പറഞ്ഞ് മാറ്റുക, ഹേഷ് എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ മാറ്റി, ഹേഷ് എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ മാറ്റും. ആ രീതിയിൽ ഇതും കൂടാതെ തന്നെ ഈ പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ളെല്ലാം
ഗ്രാമറിൽ മെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കും. ഈ വാക്കുകൾ ഉണ്ടാക്കാനാണ് എൻ്റെ ശ്രമം. എല്ലാവരും ആദ്യം എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത്, പക്ഷെ ആദ്യം ഒരു ഭാഷ ഉണ്ടാക്കുക വെറുതെ എല്ലാവരും അങ്ങനെ വിചാരിച്ചത്, വെറുതെ കുട്ടി ഭാഷ ഉണ്ടാക്കുന്നു. അപ്പോൾ അച്ഛനും അത്ര പ്രാധാന്യം കൊടുത്തില്ല, എന്നാലും പ്രോത്സാഹിപ്പിച്ചവരെല്ലാവരും ഉണ്ടാക്കുക നന്നായിട്ട് ഉണ്ടാക്കിക്കോളൂ ഭാഷ. കാരണം നിങ്ങൾക്ക് ആഗ്രഹമാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഹോബിയായിട്ട് കൊണ്ടു തന്നോളൂ പറഞ്ഞു. പിന്നീട് മാമന്മാരും എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്തു. ഒരിക്കൽ തന്റെ എല്ലാ ചിന്തകൾക്കും അടിവരയിട്ട് സ്വാമി ശ്രീരാമകൃഷ്ണ പരമഹംസൻ തന്നോട് തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്: ആരാണ് തൻ്റെ ഗുരു? ഉത്തരം ഇങ്ങനെ: പറന്നുപോകുന്ന കുറെ അരയന്നങ്ങൾ. അരയന്നങ്ങൾ ഒരു നിമിത്തം മാത്രമാണ്, ഒരു ചെറിയ വഴിത്തിരിവ്. ഇത്തരത്തിലുള്ള ഏതോ ഒരു വഴിത്തിരിവ് അക്ഷയുടെ ജീവിതത്തിലൂടെയും കടന്നു വന്നിരിക്കാം. ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ എന്ന് വെച്ചെങ്കിൽ പൂർണ്ണമായിട്ട് മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അവിടുന്ന് കുറച്ച് കന്നഡയും തെലുഗും ഒക്കെ മിക്സ് ആക്കിയിട്ടാണ് വീട്ടിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വീട്ടിൽ വെള്ളം തരാൻ പറയുമ്പോൾ നമ്മൾ നീര് ഉപയോഗിക്കുക എന്ന് പറയും. അങ്ങനെയൊക്കെ. പിന്നെ തെലുഗു ഇപ്പോൾ ചെല്ലുലു, ഇപ്പോൾ ഒരു അനിയത്തി എന്ന് വെച്ചാൽ ചെല്ലുലു എന്ന് വിളിക്കുക. അങ്ങനെയൊക്കെ വേണിച്ചിട്ട് ഇപ്പോൾ ഭാഷയിൽ മാറ്റങ്ങൾ വരുത്താൻ നോക്കുകയാണ്. ഇങ്ങനെ പല ഭാഷകളും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ ഇതിൽ നിന്നും പല ഭാഷ പഠിക്കൽ ടെൻഡൻസി വീട്ടുകാർക്ക് വരും. കാരണം അറിയാതെ തന്നെ പല വാക്കുകൾ നമ്മൾ പഠിക്കുകയാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കാത്ത, നമ്മൾ സാധാരണ ഭാഷയിലില്ലാത്തതും എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ വാക്കുകൾ, ലൊട്ടിലൊടുക്കൂ, ലിലാലിലു, അങ്ങനെ കുറേ വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ശരിയായ അർത്ഥമില്ല. ഇതൊക്കെ എൻ്റെ ഭാഷയിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം ഇതിനും ഒരു അസ്തിത്വം എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇപ്പോൾ നാൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, വെള്ളത്തിൻ്റെയൊക്കെ പറയുമ്പോൾ അവൻ പറയും, അവൻ്റെ ഭാഷയിൽ പറയുമ്പോൾ കുറേയൊക്കെ ഞാൻ ഊഹിച്ചെടുക്കും, എന്നിട്ട് ഞാൻ മറുപടി പറയും. അല്ലാണ്ട് അവൻ പറയണ പോലെ എനിക്ക് പറയാൻ അറിയില്ല. ഭാഷ ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് ഭാഷകളുണ്ട് നമ്മുടെ നാട്ടിലായിട്ട്. പക്ഷേ പുതിയൊരു ഭാഷ എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അംഗീകരിക്കപ്പെടുമോ, ഇത് പ്രാബല്യത്തിൽ വരുമോ, എന്താ മോൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നോട് വന്ന് ചോദിക്കും എന്താന്ന്. അപ്പോൾ നമുക്കിപ്പോൾ അതിന് വ്യക്തമായിട്ടൊരു മറുപടി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പറയും, മോൻ്റെ ഇത് നടക്കട്ടെ, എൻ്റെ വ്യാകരണവും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ അതങ്ങനെ നടക്കട്ടെ, എന്തെങ്കിലും അംഗീകരിക്കപ്പെടും. നമ്മളല്ലെങ്കിൽ വേറൊരു തലമുറ അത് പഠിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവനെ സമാധാനിപ്പിക്കാറുണ്ട്. പുതിയ ഭാഷ എന്ന് പറയുകയെങ്കിൽ ഇപ്പോൾ നമ്മുടെ മാതൃഭാഷയുടെ മലയാളത്തിൻ്റെ പ്രാധാന്യം തന്നെ നശിക്കുമോ എന്ന് പലർക്കും പേടിയുണ്ട്. പലരും പറയുന്നതെന്ന് വെച്ചെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ, ഇത്ര നല്ല ഇംഗ്ലീഷ് ഭാഷയുള്ളപ്പോൾ മറ്റൊരു ഭാഷ എന്തിനാണ് ഉണ്ടാക്കുന്നതെന്നും പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. പല മാഷന്മാർ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ചുരുക്കിയിട്ട് ഭാഷാശാസ്ത്രജ്ഞന്മാർക്ക് മാത്രം സംവാദം നടത്താനുള്ള ഭാഷയ്ക്ക് മാറ്റിയത്. മദ്രാസിലായിരുന്നു പണ്ട്. അവിടെ തമിഴും മലയാളം ഹിന്ദി തന്നെ അറിയാമായിരുന്നുള്ളൂ. മലയാളം സംസാരിക്കാൻ അറിയാം. നാട്ടിലേക്ക് വന്നിട്ട് മലയാളം അന്ന് സെപ്റ്റംബർ മാസം, ഏകദേശം ഈ നവരാത്രി കഴിഞ്ഞ അവസരത്തിലാണ് ഞാൻ നാട്ടിലേക്ക് എത്തിയത്. അപ്പോൾ എനിക്ക് ആ ഒരു മാസത്തിലെ ഒരുവിധമെല്ലാം ഒരു ആൽഫബറ്റ്സും കുറച്ച് വാക്കുകളൊക്കെ എൻ്റെ മലയാളത്തിൻ്റെ ടീച്ചർ, എൻ്റെ ബീന മിസ്, സ്കൂളിൽ ബീന മിസ്സും പിന്നെ അമ്മയും പിന്നെ നീതു ചേച്ചിയുണ്ട്. ഇവർ 3 പേരും കൂടി മലയാളം പഠിപ്പിച്ചത് തന്നെ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇത്രയും കഷ്ടമുള്ള ഭാഷയാണ് മലയാളം എല്ലാവരെയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്ര വലിയ ഭാഷ പഠിച്ചു വെച്ചെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മറ്റു ഭാഷ പഠിച്ചുകൂടാ, അങ്ങനെ ഒരു ആഗ്രഹം അത്. പിന്നീടാണ് ഇപ്പോൾ മലയാളത്തിന് ശേഷം ഫോണിൽ ഫോൺ സെറ്റിങ്സിൽ പോയിട്ട്, പണ്ടത്തെ സാധാരണ ചില ഫോൺ സെറ്റിങ്സിൽ ലാംഗ്വേജ് സെറ്റിങ്സിലൂടെ ഓരോ ഭാഷകൾ തിരഞ്ഞെടുക്കും. അതിനുശേഷം മെസ്സേജിൻ്റെ കോളത്തിൽ പോയിട്ട് ഓരോ ബട്ടൺസ് അമർത്തും. അപ്പോൾ 1 അമർത്തുമ്പോൾ ആന്ന് വരും, പിന്നെ 2 അമർത്തുമ്പോൾ കക്ക. ആ രീതിയിൽ ആദ്യം ഭാഷകളൊക്കെ ഈ ഫോണിൽ നോക്കിയിട്ടാണ്, ഫോണിൽ മറ്റേ മെസ്സേജ് കോളത്തിൽ ഓരോന്നും ടൈപ്പ് ചെയ്തിട്ടാണ് ആദ്യം എഴുതിയത്. പിന്നീട് നമ്മുടെ ചന്ദനത്തിരിയുടെ മേലേക്ക് അഗർബത്തികളുടെ പേര് ചെയ്തിട്ടുണ്ട്, പല ബ്രാൻഡുകളുടെ പേര് പല ഭാഷകളിൽ. പിന്നെ സോപ്പുമൊക്കെ അങ്ങനെ കുറച്ചൊക്കെ വായിച്ചു തുടങ്ങി. ശേഷം പിന്നീടാണ് ഇപ്പോൾ മെറീന ബീച്ചിൽ പോയപ്പോൾ അവിടെ ഈ ഭാഷകൾ പഠിക്കേണ്ട ബാലാജി പബ്ലിക്കേഷൻസിൻ്റെ പുസ്തകം, ആ ബാലാജി പബ്ലിക്കേഷൻ്റെ പുസ്തകം വാങ്ങിച്ചു. തെലുഗു കന്നഡ പുസ്തകങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചത്. പാർമേക്ക വെച്ചിട്ട് നടന്നൊരു പുസ്തകങ്ങൾ വെച്ചിട്ട് പുസ്തകമേളയിൽ ഞാൻ ഫ്രഞ്ച് പഠിക്കാനുള്ള പുസ്തകം വാങ്ങിച്ചു. സ്കൂളിൽ ഫ്രഞ്ച് പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ബയോമാക്സ് ആയതുകൊണ്ട് എനിക്കില്ല. പക്ഷെ ലൈബ്രറിയിൽ അതിനുള്ള പുസ്തകങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഒഴിവ് നേരം കിട്ടുമ്പോഴൊക്കെ ലൈബ്രറിയിൽ പോയിട്ട് ഫ്രഞ്ച് പുസ്തകങ്ങളൊക്കെ മറിച്ച് നോക്കും. അങ്ങനെയായിട്ടാണ് ഫ്രഞ്ച് പഠിച്ചു തുടങ്ങിയത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വീട്ടിലെ കുറച്ച് തേക്കിന പണിക്കൊക്കെ ആയിട്ട് ഇപ്പോൾ ബംഗാളികൾ വന്നിട്ടുണ്ടായിരുന്നു. അവരോട് കുറച്ച് ബംഗാളി പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് കുറച്ചൊക്കെ ബംഗാളിയെ കുറിച്ചൊക്കെ. അന്നാണ് എനിക്ക് ബംഗാളി പഠിക്കാൻ ആഗ്രഹം വന്നത്. പിന്നീട് തിരുപ്പതി പോകുന്ന അവസരത്തിലാണ് എനിക്ക് തെലുങ്ക് പഠിക്കാൻ ആഗ്രഹം വന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് പുസ്തകം വാങ്ങിച്ചിട്ടാണ് തെലുങ്ക് പഠിച്ചു തുടങ്ങിയത്. പിന്നെ ആദ്യം ഞാൻ പഠിച്ച ഭാഷകൾ ഇംഗ്ലീഷും ഹിന്ദിയും തമിഴുമാണ്. ശേഷം 2ാം ക്ലാസ്സിലെത്തിയതിനു ശേഷം വന്നതിന് ശേഷമാണ് ഞാൻ മലയാളം പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷ മലയാളമാണ്. അപ്പോൾ പല ഭാഷ ചിലപ്പോൾ എഴുതാനും ചിലതിലും എഴുതാൻ മാത്രമേ അറിയുള്ളൂ, ചില എഴുതാനും വായിക്കാനും ചിലത് പറയാനൊക്കെ ആയിട്ട് അങ്ങനെ 11ഓളം ഭാഷകൾ ഇപ്പോൾ അറിയാം.
മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, സംസ്കൃതം, അറബി, പിന്നെ ഗുജറാത്തി, ബംഗാളി, പിന്നെ ജർമ്മനും ഫ്രഞ്ചും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേച്ചേരിക്കടുത്ത് പെരുമണ്ണിൽ തെക്കൂട്ടയിൽ ശ്രീരാമന്റെയും ഷീലയുടെയും 2 ആൺമക്കളിൽ മൂത്തവനാണ് അക്ഷയ്. തൃശൂർ ദേവമാത CMI പബ്ലിക് സ്കൂളിൽ +2 പഠിക്കുന്ന അക്ഷയ് ധാരാളം കഥകളും കവിതകളും വായിക്കുകയും എഴുതുകയും ചെയ്യുന്നു. കഥാകൃത്തുക്കളിൽ കാരൂർ നീലകണ്ഠപിള്ളയോടാണ് ഏറെ ഇഷ്ടം. താൻ കണ്ടെത്തിയ ഭാഷയിലും ഈ കൊച്ചുമിടുക്കൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്. തൻ്റെ 91 കവിതകളുടെ ഒരു സമാഹാരം പുറത്തിറക്കാനാണ് അക്ഷയ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. തൊണ്ണൂറ്റിയൊന്നോളം കവിതകൾ അവൻ എഴുതിയിട്ടുണ്ട്. അത് കവിതകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ജീവിതഗന്ധിയായ ഹൃദയസ്പർശിയായ അനുഭവങ്ങളാണ്. അവൻ ഇത്രയും ഒരു 16 വയസ്സുള്ള ഒരു കുട്ടി എഴുതി വയ്ക്കുന്നതിനേക്കാൾ വലിയ ഒരു ലോകത്തെയാണ് അവൻ അതിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്രയും ഒരു കഴിവുള്ള കുട്ടി ഇവിടെ ദേവമാതയിൽ ഈ മേഖലയിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അവൻ എഴുതിയ കവിതകളും കഥകളും എന്നും വന്ന് ടീച്ചേഴ്സിനോട് പറയും. ഒരുപാട് കാര്യങ്ങൾ അവൻ ഷെയർ ചെയ്യാറുണ്ട് ടീച്ചേഴ്സിനോട്. വളരെയധികം അനുസരണയും, ടീച്ചേഴ്സിനോട് ഒരുപാട് അനുസരണയും, അതുപോലെ തന്നെ എന്ത് പറഞ്ഞാലും എപ്പോഴും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു നല്ല അറിവിൻ്റെ സ്വത്താണ് അക്ഷയ് എന്ന് പറയാൻ. ഏറ്റവും താല്പര്യം ആത്മീയമായ പുസ്തകങ്ങളോടാണ്. പിന്നീട് എനിക്ക് പ്രശസ്ത കവിതകളൊക്കെ വായിക്കാൻ എനിക്ക് താല്പര്യമാണ്. അപ്പോൾ കവിതകളും പിന്നെ GK പുസ്തകങ്ങളോട് പണ്ട് മുതലേ എനിക്കൊരു ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മിക്കത് പണ്ടൊക്കെ GK ബുക്കുകൾ കൂടുതൽ വാങ്ങിച്ചായിരുന്നു. പിന്നീട് ഈ കവിതയൊക്കെ പിന്നീട് എഴുതി തുടങ്ങിയപ്പോഴാണ് ആൾക്കാർ പറയുന്നത് ഇത്തരം കവിതകളൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് കവികളുടെ പുസ്തകങ്ങളെല്ലാം വായിക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നീട് സാഹിത്യകാരന്മാരുടെ നോവലുകളും കവിതകളും പിന്നെ ബാലസാഹിത്യമൊക്കെ വായിച്ചു തുടങ്ങി. കാരൂരിൻ്റെ പുസ്തകങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. സാധാരണ എന്തെങ്കിലും ഒരു ചെറിയ കഴിവുള്ള പിള്ളേർക്ക് തന്നെ ഭയങ്കര അഹങ്കാരം, പിള്ളേരെന്നല്ല പൊതുവെ എല്ലാവർക്കും അഹങ്കാരമോ അല്ലെങ്കിൽ അതിൻ്റെ ഇതൊന്നും ഇല്ലാത്ത ഏറ്റവും താഴ്മയോട് കൂടി നിൽക്കുന്ന ഒരു കുട്ടിയാണ് അക്ഷയ്. അതുപോലെ അറിവിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും അറിയാം, ഒരു ഭാഷ തന്നെ അവൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. വളരെ അറിവുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഏതൊരു കാര്യം കൊടുത്താലും ചെയ്യാൻ എപ്പോഴും വില്ലിംഗ് ആയിട്ട് വരുന്നൊരു കുട്ടി. സ്വന്തം ഭാഷയുടെ ഭാവിയെപ്പറ്റി അക്ഷയ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. നിലവിലില്ലാത്ത ഒന്നിനെ നിർമ്മിച്ചെടുക്കുക എന്ന ബാലികേറാമലയിലെ ആശയക്കുഴപ്പം അക്ഷയ് എന്ന കുട്ടിക്ക് തീരെയില്ല. ആദ്യം സ്വന്തം വീട്ടുകാരെയും പിന്നെ നാട്ടുകാരെയും പിന്നെ ലോകമെമ്പാടും സ്വന്തം ഭാഷ ചിറക് വിടർത്തി പറന്നുപോകുന്ന ചിത്രം അതിവിദൂരമല്ലെന്ന് നമുക്കും ഈ കുട്ടിയെ ആശംസിക്കാം. ആദ്യം ഇപ്പം എൻ്റെ മനസ്സിൽ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഭാഷ ആര്യഭാഷയും ദ്രാവിഡ ഭാഷകളുടെയും ഒപ്പം തന്നെ സെമിറ്റിക് ഗോത്രത്തിലുള്ള ഭാഷകളുടെയും പിന്നെ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിൻ്റെ എല്ലാറ്റിനും ഒരു മിശ്രിതമായിട്ടുള്ള ഭാഷയാണിത്. അതുകൊണ്ട് തന്നെ ലിംഗ്വിസ്റ്റുകൾ ഭാഷാശാസ്ത്രജ്ഞന്മാർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഭാഷ ഒന്നിലധികം ഒരു ആര്യ ഭാഷയും ഒരു ദ്രാവിഡ ഭാഷ അറിയുന്ന ആൾക്കാർക്ക് എളുപ്പം പഠിക്കാവുന്നതേ ഉള്ളൂ. ഈ ഭാഷ രണ്ടൊന്നും ഓരോ ഭാഷ അറിയുമെങ്കിൽ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും. അതുകൊണ്ട് ഈ ഭാഷാശാസ്ത്രജ്ഞന്മാർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ ഭാഷ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പല ഭാഷ നശിക്കുന്നത് പല കമ്മ്യൂണിക്കേഷൻ കുറയുന്നതുകൊണ്ടാണ്. പിന്നെ ചില ഗ്രാമറിൻ്റെ ഇപ്പോൾ സംസ്കൃതം ഭാഷയൊക്കെ നോക്കുന്നത് വേദകാലഘട്ടത്തിലൊക്കെ നല്ലൊരു പ്രധാനപ്പെട്ട ഭാഷയായിരുന്ന ഈ സംസ്കൃതം എല്ലാം പ്രാകൃതം പോലെ ഭാഷകളുടെ അതുകൊണ്ട് പിന്നീട് അതൊക്കെ നശിക്കുകയാണ് ഉണ്ടായത്. ഈ ഭാഷയ്ക്ക് അതുപോലെ ഉണ്ടാവാമെന്ന് പലരും പറയുന്നുണ്ട്. കാരണം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാമർ വരുമ്പോൾ ജനങ്ങൾക്ക് അത് പിന്നെ അവർ തിരസ്കരിക്കും. കാരണം അവർക്ക് അത് ഇഷ്ടപ്പെടില്ല. കാരണം സരളമായ ഭാഷയാണ് എല്ലാവരും പ്രിഫർ ചെയ്യും. അപ്പോൾ പഠനാനന്തരം എനിക്ക് ആദ്യം ഒരു ആഗ്രഹം ഒരു ഡോക്ടർ ആവാനാണ്. അതിനോട് ഇപ്പോൾ PC തോമസ് സാറിൻ്റെ അവിടെ കോച്ചിങ്ങിന് പോകുന്നുണ്ട്. പിന്നീട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കുറേ കാലമായിട്ടുള്ള എൻ്റെ ആഗ്രഹം ഒരു സിവിൽ സർവീസ് ഓഫീസർ ആവാനാണ്, IAS ഓഫീസർ. അതിനുവേണ്ടി കുറേ കാലമായി അപ്പോൾ അതിനുള്ള ഒടുക്കത്തിലാണ്. പിന്നെ ഒരു നല്ലൊരു നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ലൊരു മനുഷ്യനെ തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൈലി TV വില്ലി സപാത്തി സന്നാരി പ്രമസ പൂജുസ്തി. കൈലി TVയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു.
വേറിട്ട കാഴ്ചകളിൽ ഒരാളെ നിങ്ങൾക്കും അറിയാമല്ലോ. നമ്മിൽ ഒരാളായി, എന്നാൽ നമ്മെ പോലെയല്ലാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരാളെ, അവരെ പറ്റി ഞങ്ങൾക്ക് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, വേറിട്ട കാഴ്ചകൾ, കൈരളി ടെലിവിഷൻ, കൈരളി ടവേഴ്സ്, യൂണിവേഴ്സിറ്റി പോസ്റ്റ്, തിരുവനന്തപുരം 34.